ഇറാനെതിരെ ഒരു സൈനിക നീക്കത്തിന് കോപ്പുകൂട്ടുന്ന അമേരിക്കയ്ക്ക് ഒരു അപ്രതീക്ഷിത തിരിച്ചടി, അതും സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ. ഇറാനെ ആക്രമിക്കാൻ ഞങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് നാറ്റോ സഖ്യകക്ഷിയും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ബ്രിട്ടൻ അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്. ഡീഗോ ഗാർഷ്യ, ഫെയർഫോർഡ് എന്നീ തന്ത്രപ്രധാനമായ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ സേനയെ ഇറാനെതിരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് UK അധികൃതർ വ്യക്തമായി ബ്രിട്ടീഷ് മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു. വ്യക്തമായ നിയമപരമായ ന്യായീകരണം ഇല്ലാതെ ഇറാനെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമെന്നാണ് ബ്രിട്ടന്റെ നിലപാട്. ഇതോടെ വാഷിംഗ്ടണും ലണ്ടനും തമ്മിലുള്ള ബന്ധത്തിൽ അല്പം ഉലച്ചൽ തട്ടിയിട്ടുമുണ്ട്. അസ്ഥിരവും അപകടകരവുമായ ഇറാൻ സർക്കാരിനെ നേരിടാൻ ഈ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇറാനെതിരെ നടപടിയെടുക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്ന് വൈറ്റ് ഹൗസ് ന്യായീകരിക്കുമ്പോഴും പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് പോകാതെ ഒരു കരാറിലെത്താനാണ് അവർ ഇപ്പോൾ ഇറാനോട് നിർദ്ദേശിക്കുന്നത്. അവരും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാനോട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ചർച്ചകൾ എത്ര കണ്ട് ഫലപ്രദമാകുമെന്ന് അറിയില്ല. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വരും ആഴ്ചകളിൽ ഇറാനിയൻ പ്രതിനിധികളുമായി കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലെവിറ്റ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ബോർഡ് ഓഫ് പീസ് മീറ്റിംഗിലും ട്രംപ് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോഴും അമേരിക്കയിൽ സ്വന്തം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഗവൺമെന്റ് ഷട്ട്ഡൗൺ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രംപ് ഇതുവരെ പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സ്വന്തം വീട്ടിലെ പ്രശ്നം തീർത്തിട്ടല്ലേ പുറത്തുപോയി യുദ്ധം ചെയ്യേണ്ടത് എന്ന ചോദ്യവും ഇതോടെ ശക്തമാവുകയാണ്. ചുരുക്കത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിൻബലവുമില്ലാതെ മറ്റൊരു രാജ്യത്തിന് മേൽ കുതിര കയറാൻ അമേരിക്കയ്ക്കും ഇനി അത്ര എളുപ്പമല്ലെന്നാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.